ജീവിതവും കലയും സാഹിത്യവും എന്ന മൂന്ന് വാക്കിൽ പ്രപഞ്ചത്തിൻ്റെ പഴമയും പുതുമയും ഉൾക്കൊള്ളുന്ന എല്ലാ വികാസങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിൽ നിന്ന് കലയെ ഒന്ന് അടർത്തി മാറ്റിയെടുത്താൽ കല മാത്രമാണ് എല്ലാ കാലത്തോടും സംവദിക്കുകയും പോരാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴമയും പുതുമയും ഉൾക്കൊള്ളുന്ന എല്ലാം ഈ കലയിൽ സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് കാലത്തോടും കല പൊരുത്തപ്പെട്ടു പോകുന്നു. അവിടെയാണ് പുതുതലമുറയും ഇഷ്ടപ്പെടുന്നത്. കാരണം ആധുനിക കാലത്ത് അവാർഡുകളും ഒക്കെ നൽകപ്പെടുന്നത് പഴമയെ തേടിയെത്തുന്ന കലകൾക്കാണ്. പുതുതലമുറ ഇഷ്ടപ്പെടുന്നതും പഴമയെ തന്നെയാണ്. എന്നാൽ അവ ജീവിക്കുന്നത് പുതിയ കാലഘട്ടത്തിലാണ്. കാരണം നമ്മളൊക്കെ ജീവിച്ചു പോന്നത് മൂത്രത്തിലും മലത്തിലുമൊക്കെ ഇരുണ്ടും പിരണ്ടും നഗ്നമായ പാദത്തിലൂടെ നടന്നുമായിരുന്നു. പുതിയ തലമുറ നിലം തൊടാതെയാണ് ജീവിക്കുന്നത്. അതിനാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ കാലം അത് പഴമയും ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്.